ഹൈ വൻസ. എൻ്റെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് ഇഷ്ടം പോലെ ബിസിനസ്സുകൾ, ലൈക്ക് ഇപ്പം എന്താ പറയുക, IT സെക്ടേഴ്സ് ആണെങ്കിലും അഗ്രികൾച്ചർ സെക്ടേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് സെക്ടേഴ്സ് ആണെങ്കിലും ഇഷ്ടംപോലെ കമ്പനീസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ അതൊരു സക്സസ് ആയിട്ട് ഒരു സ്റ്റേജിൽ കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് അപ്പം അങ്ങനത്തെ ഒരു ഇഷ്യൂ വരുമ്പോൾ നമുക്ക് ഇൻഫിനിയം എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത്? ബേസിക്കലി നമ്മുടെ സപ്പോർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം ക്രിസ്റ്റഫർ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു കമ്പനി തുടങ്ങാൻ വളരെ എളുപ്പമാണ്. കാരണം നമുക്കൊരു ഡോക്യുമെന്റേഷൻ പ്രോസസ്സ് അല്ല, ഒരു പാർട്ട്ണർഷിപ്പ് ഫേമോ അല്ലെങ്കിൽ ഒരു നമ്മുടെ പ്രൊപ്പറേറ്റർഷിപ്പ് ഫേം ഒക്കെ തുടങ്ങാനായിട്ടെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു 1 വീക്കിനകത്ത് തന്നെ നമുക്ക് ഈ കമ്പനീസ് തുടങ്ങാനായിട്ടുള്ളൊരു സാധ്യത. പക്ഷെ നമ്മുടെ ഒരു അനാലിസിസ്, അതായത് ഇൻഫിനിയം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന 2 രീതിയിലാണ്. ഒന്ന്, നിങ്ങൾക്ക് ഫണ്ടിങ് തന്നു, അതായത് നിങ്ങളൊരു കമ്പനി ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന പ്രൊജക്റ്റ് ഞങ്ങൾക്ക് ഫസ്റ്റ് അനലൈസ് ചെയ്യും. അതായത് നമുക്ക് ഈ ഒരു നേരത്തെ ക്രിസ്റ്റഫർ പറഞ്ഞ പോലെ ഒരു കമ്പനി തുടങ്ങി നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പോലും അതിൻ്റെ എത്രത്തോളം നമ്മളൊരു 1 ഇയറിൻ്റെ ഇവാലുവേഷൻ ആ കമ്പനിയുടെ എടുക്കും. അതായത് ഈ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ സസ്റ്റൈനബിൾ ആണോ? കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മളൊരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും നമ്മുടെ കമ്പനി അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. പക്ഷെ ഒരു മാർക്കറ്റ് ഇവാലുവേഷൻ ഒരു സെക്കൻഡ് പാർട്ടി, അതായത് ഇൻഫിനിയം എന്ന് പറഞ്ഞ കമ്പനി ഒരു സെക്കൻഡ് ഇവാലുവേഷൻ ചെയ്യുമ്പോഴാണ് ഓക്കെ ഈ ഒരു പ്രൊഡക്റ്റിന് ഇത്രയും സ്കോപ്പ് ഉണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു ടെക്നോളജിക്ക് ഇത്രയും സ്കോപ്പ് ഉണ്ടോ എന്നുള്ളത്. പ്ലസ് അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഫണ്ടിങ് ആയിരിക്കും ഒരു മേജർ ഒരു കമ്പനി തുടങ്ങുന്ന എല്ലാവർക്കും വരുന്ന ഒരു പ്രോബ്ലം. പക്ഷെ ആ ഒരു ഫണ്ടിങ്ങിനെ കൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതിൽ 2 രീതിയുണ്ട്. ഒരാളുടെ ഫണ്ടിങ് ഉണ്ട്, എന്നിട്ട് വെറുതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഇൻവെസ്റ്റ്മെന്റ് ഇൻഫിനിയം തന്നാൽ മതി, നമ്മളത് റൺ ചെയ്ത് തരും. അല്ല, നിങ്ങൾക്ക് റൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഫണ്ടിങ് സപ്പോർട്ട്സ് നമ്മൾ ചെയ്യും. പക്ഷെ നമുക്ക് ഹാസ് ടു എൻഷുർ ദാറ്റ് ഈച്ച് മന്ത് ഇത്ര പ്രോഫിറ്റ്സ് വരും എന്നുള്ളത്. റൈറ്റ്, ദാറ്റ് ഈസ് വൺ മെത്തേഡ്.